മാനദണ്ഡങ്ങൾ പാലിക്കാതെയും UGC ചട്ടങ്ങൾ ലംഘിച്ചുമുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽമാരുടെ സർക്കാർ നിയമനങ്ങൾ കോടതി മരവിപ്പിച്ചു. ജസ്റ്റിസ് PV ആശ, മെമ്പർ K പ്രദീപ് കുമാർ എന്നിവർ ഉൾപ്പെട്ട കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. UGC ചട്ടം ലംഘിച്ചെന്ന കണ്ടെത്തലിൽ കോളേജ് പ്രിൻസിപ്പൽമാരുടെ നിയമനം മരവിപ്പിച്ചു കോടതി. 2022 സെർച്ച് കമ്മിറ്റി UGC ചട്ടങ്ങൾ അനുസരിച്ച് തിരഞ്ഞെടുത്ത 110 അപേക്ഷകരിൽ 36 പേർക്ക് മാത്രമാണ് നിയമനം നൽകിയത്. പിന്നീട് ബാക്കിയുള്ളവർ ട്രൈബ്യൂണലിനെ സമീപിച്ചപ്പോൾ ട്രൈബ്യൂണൽ ഉത്തരവ് പ്രകാരം കുറച്ചുപേരെ കൂടി നിയമിച്ചു. ഇതിനിടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റുവാൻ UGC ചട്ടങ്ങൾ ലഘൂകരിച്ച് സെർച്ച് കമ്മിറ്റിയെക്കൊണ്ട് ചിലരെ തിരഞ്ഞെടുത്തു. ഇതിനെതിരെ 2022 സെലക്ഷൻ ലഭിച്ചവർ വീണ്ടും കോടതിയെ സമീപിച്ചപ്പോഴാണ് കോടതി സർക്കാരിന്റെ നിലവിലെ ലിസ്റ്റ് റദ്ദാക്കിയത്. UGC ചട്ടങ്ങൾ പാലിച്ചുള്ള സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുവാനും 2022 UGC ചട്ടം പാലിച്ച് സെലക്ഷൻ നടത്തിയതിൽ നിയമനം ലഭിക്കാത്തവരിൽ നിന്ന് പുതിയ നിയമനം നടത്തുവാനും ട്രൈബ്യൂണൽ നേരത്തെ സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. UGC ചട്ടപ്രകാരം UGC കെയർ ലിസ്റ്റിലോ സമാന റിവ്യൂവിലോ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളവരെ മാത്രമാണ് പ്രിൻസിപ്പൽ തസ്തികയിലേക്ക് പരിഗണിച്ചിരുന്നത്. ഇതിന് വിരുദ്ധമായി കോളേജ് മാഗസിനുകളിലടക്കം പ്രബന്ധം എഴുതിയവരെ പോലും പരിഗണിക്കുവാൻ ചട്ടങ്ങൾ സർക്കാർ ലഘൂകരിച്ചിരുന്നു. മാത്രമല്ല, ഡെപ്യൂട്ടേഷൻ പരിഗണിച്ചിരുന്നത് UGC ചട്ടപ്രകാരം അധ്യാപനത്തിന് മാത്രമായിരുന്നത് മറ്റ് മേഖലകളിൽ ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്തവരെയും പ്രിൻസിപ്പാൾമാരായി പരിഗണിക്കുന്നതിൽ ഉൾപ്പെടുത്താമെന്ന ലഘൂകരണം ഉണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നടത്തിയ നിയമന പട്ടികയാണ് ഇപ്പോൾ കോടതി മരവിപ്പിച്ചത്.